എല്ലാ ദേവന്മാരുടെ രാജാവും മഴയെയും ഇടിമിന്നലിനെയും നിയന്ത്രിക്കുന്നതും ഇന്ദ്രദേവനായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതു കാരണം കുറച്ച് ഹുങ്ക് വച്ചു പുലർത്തിയിരുന്നു. കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചായിരുന്നു വൃന്ദാവനത്തിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. സമൃദ്ധവും കൃത്യസമയങ്ങളിലെയും മഴ അവരുടെ ഉപജീവനത്തിന് നിർണായകമായിരുന്നു. അതിനാൽ തന്നെ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഇന്ദ്രനെ ഒരു പ്രധാന ദൈവമാക്കി ആരാധിച്ചിരുന്നു. ഒരു വർഷം അവർക്ക് വളരെ നല്ല മഴ ലഭിക്കുകയും സന്തോഷ സൂചകമായി ഗ്രാമത്തലവനായ നന്ദഗോപനുമായി കൂടിയാലോചിച്ച് ഗ്രാമവാസികൾ ഇന്ദ്രനോട് നന്ദി പറയാൻ ഉത്സവം തന്നെ നടത്താൻ തീരുമാനിച്ചു. ഗ്രാമവാസികളെല്ലാം വൃന്ദാവനം അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു. ഒരുക്കങ്ങൾ നടക്കുന്നതൊന്നും അറിയാതെ കൃഷ്ണൻ തൻ്റെ വീട്ടിൽ ഗാഠനിദ്രയിലായിരുന്നു. എഴുന്നേറ്റപ്പോൾ ഗ്രാമവാസികളെല്ലാം വൃന്ദാവനത്തിൻ്റെ ഓരോ കോണുകളും വൃത്തിയാക്കി അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ആഘോഷങ്ങളുടെ കാരണം തിരക്കി.